ടോവിനോയുടെ റീസെൻ്റ്ലി ഇറങ്ങിയ നരിവേട്ടയെ പറ്റി നിങ്ങൾക്കറിയായിരിക്കാം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ഒരു നരിവേട്ട അല്ല, ഈ ഒരു സിനിമയെ പറ്റി നിങ്ങൾക്കറിയാമോ? 2006 പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് ഫോട്ടോഗ്രാഫർ. ഈ സിനിമയെ പറ്റി അറിയില്ലെങ്കിലും ഈ പാട്ട് നിങ്ങൾക്ക് തീർച്ചയായും കേട്ട് കാണും. സ്റ്റോറി വൈസ് നരിവേട്ടയും ഫോട്ടോഗ്രാഫറും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ രണ്ട് സിനിമയിലും കാണിച്ചിരിക്കുന്ന വിഷയം സെയിമാണ്. സ്വന്തം സ്ഥലത്തിന് വേണ്ടി പോരാടിയ ആദിവാസികളെ വെടിവെക്കുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്ത 2002 ഭീകരമായ സംഭവമായ മുതയ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് ഈ രണ്ട് സിനിമകളായ നരിവേട്ടയും ഫോട്ടോഗ്രാഫറും ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നടന്നൊരു ഡാർക്ക് സംഭവമാണിത്. ഫോട്ടോഗ്രാഫർ ആയിക്കോട്ടെ നരിവേട്ട ആയിക്കോട്ടെ, ഈ രണ്ട് സിനിമകളിലും പ്രോട്ടഗണിസ്റ്റ് തെറ്റ് ചെയ്ത സിസ്റ്റത്തിനെതിരെയാണ് പോരാടുന്നത്. പേഴ്സണലി ഈ സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ നരിവേട്ട എന്ന പടം എന്നെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ് ഗുഡ് ഫിലിമായി എനിക്ക് തോന്നി. കാരണം ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെന്റ്സും ഇതിനുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് പറയണമെങ്കിൽ സിനിമയ്ക്ക് നല്ലൊരു സ്ട്രോങ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. വർഗീസ് എന്ന ചെറുപ്പക്കാരൻ്റെ POVയിലൂടെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഈ വർഗീസിനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് അധികം സ്ക്രീൻ ടൈം ലഭിക്കാത്തതായി എനിക്ക് തോന്നി, പ്രത്യേകിച്ച് ആ നായിക. ടൊവിനോയുടെ വർഗീസ് എന്ന ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ ഈ ക്യാരക്ടർ വലിയ നല്ലവനായ ക്യാരക്ടറൊന്നും ആയില്ല. ഒരു ചെറിയ ഗ്രേ ഷെയ്ഡ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഈ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റും എല്ലാം വളരെ മികച്ചതായിരുന്നു സിനിമ. അതെനിക്ക് അത്രയ്ക്കും മികച്ചതായി അനുഭവപ്പെട്ടതിന് കാരണം ടൊവിനോയുടെ വളരെ മികച്ച ആക്ടിങ് തന്നെയായിരുന്നു. അതുകൂടാതെ തന്നെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, പേസിങ് എല്ലാം നൈസായിരുന്നു. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് സീൻ. മുതയ എന്ന് പറയുന്ന സംഭവത്തെ ആസ്പദമാക്കി എടുത്ത സിനിമ സൊസൈറ്റിക്കും വരുന്ന യങ് ജനറേഷനും ആ സംഭവത്തിൻ്റെ തീവ്രതയുടെ ഒരു ഭാഗം കാണിക്കാൻ നരിവേട്ടയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയി കഴിഞ്ഞു. ഇതുകൊണ്ടാണ് പേഴ്സണലി എനിക്ക് നരിവേട്ട ഒരു നല്ല സിനിമയായിട്ട് തോന്നിയത്. ഇനി ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ 2006 ഇറങ്ങിയ ഫോട്ടോഗ്രാഫർ എന്ന മൂവിയിൽ ഡിജോ ജോൺ എന്ന ഫോട്ടോഗ്രാഫറിൻ്റെ POVയിലൂടെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഒരു ഫോട്ടോഗ്രാഫറായ ഡിജോ ജോൺ ഫോട്ടോഷൂട്ടിന് വേണ്ടി വയനാട്ടിലെ വനത്തിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ആദിവാസി പയ്യനുമായി സൗഹൃദത്തിലാവുന്നു. ശേഷം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയാണ് സ്റ്റോറി. സ്ക്രിപ്റ്റ് വൈസ് അധികം വലിയ സംഭവ വികാസങ്ങളോ ട്വിസ്റ്റുകളോ ഒന്നും ഇല്ലാതെയാണ് സ്റ്റോറി മുമ്പോട്ട് പോകുന്നതെങ്കിലും മോഹൻലാൽ സാറിൻ്റെ അഭിനയ മികവും കൊണ്ട് അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. മാത്രമല്ല നല്ല രണ്ട് ഐക്കോണിക് ആയിട്ടുള്ള പാട്ടുകളും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഫോട്ടോഗ്രാഫർ. 2006 സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നരിവേട്ടയുമായി ഈ സിനിമ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. നരിവേട്ടയെ പോലെ തന്നെ ഈ സിനിമയ്ക്ക് മുത്തയ ഇൻസിഡൻറ്റിൻ്റെ തീവ്രതയെ പറ്റിയുള്ള ഒരു ഭാഗം കാട്ടിത്തരാൻ സാധിച്ചു. എന്തൊക്കെ തന്നെ ആയാലും നരിവേട്ടയ്ക്ക് മുമ്പേ ഇറങ്ങിയൊരു നരിവേട്ടയാണ് ഇത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ സിനിമ നരിവേട്ട ഇറങ്ങിയതിന് ശേഷമാണ് കണ്ടത്. നരിവേട്ടയ്ക്ക് മുമ്പ് ഇറങ്ങിയ ഒരു നരിവേട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം. അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറോ സബ്സ്ക്രൈബോ ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.